പറയണത് ഞങ്ങൾ ഇങ്ങനെ ദുഃഖിച്ച് ബുദ്ധിമുട്ടി നരകിച്ച് ജീവിക്കണം എന്നാണോ? അല്ല. കഥാപാത്രത്തിന്റെ തലം വിട്ടിട്ട് നടന്റെ തലത്തിലേക്ക് ചേക്കേറൂ. കഥാപാത്രത്തിന്റെ തലം വിട്ടിട്ട് നടന്റെ തലത്തിലേക്ക് ചേക്കേറിയാൽ ദുഃഖം പോലും ആനന്ദപ്രദമായി തീരും. ഈ കഥാപാത്രത്തിന്റെ തലം വിട്ട് നടന്റെ തലത്തിലേക്ക് ചേക്കേറാനാണ് നമ്മൾ ഈ ആധ്യാത്മിക സാധന ചെയ്യുന്നത്. ദുഃഖം ഇല്ലാണ്ടാക്കാനൊന്നുമില്ല. ദുഃഖമുണ്ടോ ഇല്ലയോ? നാരായണത്ത് ഭ്രാന്തൻ പറഞ്ഞ പോലെയാ. നാരായണത്ത് ഭ്രാന്തനൊരു സ്വഭാവമുണ്ട്. എവിടെ വെള്ളം ഇങ്ങനെ നടക്കുകയാണല്ലോ, ഒരു സഞ്ചാരിയാ. ആ സഞ്ചാരിയുടെ ഒരു രീതി എങ്ങനെയാ വെച്ചാൽ എവിടെ വെള്ളം കാണുന്നുവോ അവിടെ അടുപ്പ് കൂട്ടും, എവിടെ അടുപ്പ് കൂട്ടുന്നു അവിടെ ആഹാരം പാചകം ചെയ്യും, എവിടെ ആഹാരം പാചകം ചെയ്യുന്നു അത് കഴിക്കും, കഴിക്കുന്നത് എവിടെയോ അവിടെ കിടന്നുറങ്ങും. അങ്ങനെ ഒരു ദിവസം വെള്ളം കണ്ടത് ഒരു അതിന്റെ തീരത്തൊരു ശ്മശാനമായിരുന്നു, ഒരു ചുടലയായിരുന്നു അവിടെ. അപ്പൊ ആ ചുടലയുടെ ഒരു പനയുണ്ടായിരുന്നു അവിടെ, ഒരു വലിയൊരു പന. നല്ല സൗകര്യമായിട്ട് അവിടെ അടുപ്പ് കൂട്ടാം. അവിടെ അടുപ്പ് കൂട്ടി വെള്ളമൊക്കെ കൊണ്ടുവന്നു, ആഹാരം വെച്ചു, മൃഷ്ടാന്നം ഭുജിച്ച്. കാലിൽ കുറച്ച് മന്തുണ്ട് അദ്ദേഹത്തിന്. അപ്പൊ ആ മന്ത് കാല് ആ ചൂടില് ഒന്ന് വെച്ചു, ചൂടുള്ള അടുപ്പത്ത് വെച്ച് സുഖമായിട്ട് ഉറങ്ങി. പിറ്റേ ദിവസം രാവിലെ ആയപ്പോ ഈ പനകൾക്കൊക്കെ അവകാശികളുണ്ട്. നമ്മൾ വിചാരിക്കും വെറുതെ ഇരിക്കുകയാണ് ഈ പന, വെറുതെ ഇരിക്കുകയാണ് ഈ മരം എന്നൊക്കെ. അല്ലല്ല, അതിനൊക്കെ അവകാശികളുണ്ട്. ഈ പനയുടെ അവകാശിയായിട്ടൊരു ചുടല ഭദ്രകാളി ഉണ്ടായിരുന്നു. രാത്രിയാവുമ്പോൾ ഇതുങ്ങൾ പുറത്തിറങ്ങും. രാത്രി ഇറങ്ങും, പകലൊന്നും ഇറങ്ങുകയല്ല. എന്താ പേടി? കാരണം എന്നറിയോ? പണ്ട് രാത്രി മനുഷ്യരങ്ങനെ പുറത്തുണ്ടായിരുന്നില്ല. ഇപ്പം ദൈവങ്ങൾ പുറത്തിറങ്ങൽ നിർത്തി. കാരണം എന്താ വെച്ചാൽ എപ്പോൾ ഇറങ്ങിയാലും ഈ സാധനങ്ങളെ കാണും എന്നുള്ളത് കൊണ്ട് അവര് രാത്രിയിൽ ഇറങ്ങൽ നിർത്തി. എന്താ നമ്മളെ കണ്ടാലുള്ള കുഴപ്പമെന്നറിയോ? നമ്മളെങ്ങാനും ഇവരെ കണ്ടാൽ പരാതികളും ആവലാതികളും പറഞ്ഞ് തീർന്നൊഴിയില്ല. ഇവരെ കണ്ടാൽ നമുക്ക് ഇല്ലായ്മകളും വല്ലായ്മകളും മാത്രമേ പറയാനുള്ളൂ. ഒരിക്കലും നമ്മൾ ഈശ്വരന്റെ അടുത്ത് ചെന്ന് പറഞ്ഞിട്ടില്ല, ഭഗവാനെ എനിക്ക് ഇത്രയൊക്കെ സന്തോഷം തന്നതിന് നന്ദി, എനിക്ക് ഇത്രയൊക്കെ സൗഭാഗ്യങ്ങൾ തന്നതിന് നന്ദി. നമ്മൾ എപ്പോൾ ചെന്നാലും ഭഗവതി എൻ്റെ കൊച്ചിനൊന്നും അസുഖമാണ്, നമ്മൾ വല്ലായ്മകളില്ല നമ്മൾ ശ്രദ്ധിക്കുക. അപ്പം അതുകൊണ്ട് ദൈവങ്ങൾക്ക് പേടിയാണ് നമ്മുടെ മുമ്പിൽ വരാൻ. ആർക്കാ ഈ വല്ലായ്മകൾ ഇങ്ങനെ സ്ഥിരം കേൾക്കാൻ താല്പര്യം ഉണ്ടാവും? നിങ്ങൾ എപ്പോൾ കണ്ടാലും ഞാൻ എൻ്റെ ഇല്ലായ്മകളും വല്ലായ്മകളും പറയുകയെന്ന് വിചാരിക്കുക. പിന്നെ നിങ്ങൾ എന്നെ കാണുമ്പോഴേ വിടും, ദാ വരുന്നു ഇനി പരാതികളും പരിഭവങ്ങളും ഇല്ലായ്മകളും നമ്മുടെ മൂടെ പോവും. അങ്ങനെയാണല്ലോ നമ്മൾ പറയാ. പക്ഷെ അപ്പൊ അതുകൊണ്ട് ദൈവങ്ങൾ പകലിറങ്ങുകയല്ല, രാത്രിയിൽ ഇറങ്ങുള്ളൂ. ഇപ്പൊ ദൈവങ്ങൾ പട്ടണങ്ങളിലൊക്കെ ഇറക്കം നിർത്തി, നാട്ടുമ്പുറങ്ങളിലൊക്കെ ചിലപ്പോൾ ഇറങ്ങുന്നുണ്ടാവും. കാരണം അവിടെ രാത്രിയായ മനുഷ്യരകത്താ. അപ്പം അതുകൊണ്ടായിരിക്കും അവർ ഈ തെരുവ് നായകളൊക്കെ അഴിച്ചു വിടുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ തെരുവ് നായകളുടെ വിളയാട്ടം കാരണം ഇപ്പൊ മനുഷ്യരൊക്കെ രാത്രി 8 മണി കഴിഞ്ഞാൽ പുറത്തിറങ്ങലൊക്കെ കുറച്ചു തുടങ്ങി. അപ്പൊ ദൈവങ്ങൾക്ക് സ്വൈര്യവിഹാരം നടത്താം എന്നുള്ളത് കൊണ്ട് ചിലപ്പം ഈശ്വരന്റെ കളിയായിരിക്കാം ഈ തെരുവ് നായ്ക്കളുടെ കടികളും ഒക്കെ. പണ്ടൊന്നും നമ്മൾ കേട്ടിട്ടില്ലല്ലോ. എന്റെയൊക്കെ ചെറുപ്പത്തിലൊന്നും ഞാൻ കേട്ടിട്ടില്ല. അന്നും തെരുവ് നായ്ക്കളൊക്കെ ഉണ്ടായിരുന്നു, ഇത്രയൊക്കെ തന്നെ ഏകദേശം ഉണ്ടായിരുന്നു. പക്ഷെ അന്നാരെയും കടിച്ച് കേട്ടിട്ടില്ല. ഇപ്പൊ എനിക്ക് തോന്നുന്നു ദൈവങ്ങൾ കടിപ്പിക്കുന്നതാണോ എന്നൊരു സംശയം, അവർക്ക് സ്വൈര്യവിഹാരം നടത്താൻ. കാരണം നമ്മളെ കണ്ടാല് അവർക്ക് ഒന്നുകിൽ നമ്മളെ ഉപദ്രവിക്കണം, അല്ലെ വരം തരണം. ഇപ്പൊ രാത്രിയിൽ ഇറങ്ങി രാവിലെ വന്നപ്പം കാളിക്ക് മനുഷ്യന്റെ മാംസത്തിന്റെ മണം അടിക്കുന്നു. നോക്കിയപ്പോൾ ഒരുത്തൻ തൻ്റെ വീടിന്റെ താഴെ കിടന്നുറക്കുന്നു. അപ്പം ഫസ്റ്റ് ഇൻസ്റ്റിങ്ക്റ്റ് പേടിപ്പെടുത്താനാ. ഭദ്രകാളി അങ്ങോട്ട്, ചുടല ഭദ്രകാളി അങ്ങോട്ട് രൗദ്ര രൂപം എടുത്തു. ഈ രൗദ്ര രൂപം അങ്ങോട്ട് എടുത്തപ്പം നാരായണത്ത് ഭ്രാന്തന് ചിരിയാ വന്നത്, പണ്ട് തെനാലിരാമന് വന്നതുപോലെ. തെനാലിരാമൻ ഒരു മഹാബുദ്ധൂസായിരുന്നു. അപ്പൊ തെനാലിരാമനോട് ആരോ പറഞ്ഞു, ഗ്രാമബാഹ്യത്തിലുള്ള കാളിയെ ഉപാസിച്ചാൽ മതി, നിനക്ക് അറിവ് കിട്ടും. ആ കേട്ടത് അതേപോലെ വിശ്വസിച്ച് ഗ്രാമബാഹ്യത്തിലുള്ള കാളി ക്ഷേത്രത്തിൽ പോയിട്ട് കാളിയെ ഉപാസിച്ചു. നിഷ്കളങ്കനായ തെനാലിരാമന്റെ ഉപാസനയിൽ സംപ്രീതയായ കാളീദേവി പ്രത്യക്ഷപ്പെട്ടു. 10 തലയും 20 കയ്യും ആയിട്ടാണ് പ്രത്യക്ഷപ്പെട്ടത്. അപ്പൊ ഈ ദേവിയെ കണ്ടപ്പം ശരി ചിരിയാ വന്ന്. സാധാരണ ഇതിനെയൊക്കെ കണ്ടാൽ പേടി വരും. രാത്രി 12 മണിക്ക് നമ്മൾ ഒറ്റയ്ക്ക് വീട്ടിലിരിക്കുമ്പം 20 തലയും 10 തലയും 20 കയ്യും ഉള്ളൊരു സാധനം നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട എങ്ങനെ ഇരിക്കും? തട്ടിപ്പോകും നമ്മള്. അതുകൊണ്ടാണ് ഈ ദൈവങ്ങൾ പ്രത്യക്ഷപ്പെടാത്തത്. അവര് കാരുണ്യമൂർത്തികളാണ് എന്നുള്ളത് കൊണ്ടാണ് നമുക്കൊന്നും ദർശനം തരാത്തത്. പേടിച്ചു പോകും. എന്നാൽ നാരായണനെ കണ്ടാൽ പേടിക്കില്ല, വെറുതെ ഈ നാരായണനെ കണ്ടാലും പേടിക്കും. ഒറ്റയ്ക്ക് വെറുതെ ഇരിക്കുന്ന സമയത്ത് 4 കൈകളോട് കൂടി ഒരു സാധനം എങ്ങനെ മുമ്പിൽ വന്നാലല്ലോ തീർന്നു. അപ്പം
വെറുതെ കർട്ടൻ ഇളകിയാൽ പേടിക്കുന്ന കൂട്ടരാണ് നമ്മൾ. അപ്പോഴാണ് ഇതൊക്കെ വന്നാല്. അപ്പൊ അവര് കാരുണ്യം ഉള്ളത് കൊണ്ട് അവർ വരാത്തത്. ഏതായാലും ഈ 10 തലയും 20 കയ്യുമുള്ള ദേവി പ്രത്യക്ഷപ്പെട്ടപ്പോ തെനാലി രാമൻ ചിരിക്കാൻ തുടങ്ങി. ദേവി ആകെ അസ്വസ്ഥയായി തുടങ്ങി. അങ്ങനെയല്ലേ ഞാൻ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നു, നിങ്ങൾ എന്നെ കണ്ടാ ചിരിക്കാൻ തുടങ്ങിയ എനിക്ക് അസ്വസ്ഥത ഉണ്ടാവില്ലേ? അതേപോലെ ദേവി അസ്വസ്ഥയായി. ദേവി ചോദിച്ചു, എന്തിനാ നീ എന്നെ കാണുമ്പോൾ ചിരിക്കണത്? എന്നെ സാധാരണ കണ്ട ആൾക്കാർക്ക് ഭയഭക്തി ബഹുമാനം ഉണ്ടാവുക, കൂടുതലും ഭയം ഉണ്ടാവുക. നിനക്ക് ചിരി വരുന്നോ? എന്താ കാരണം? അല്ല ദേവി, 2 കൈ 1 തലയുള്ള എനിക്ക് ജലദോഷം വന്നാലുള്ള ബുദ്ധിമുട്ട് എനിക്കറിയാം. അപ്പൊ ഈ 10 തലയും 20 കൈകളുമുള്ള ദേവിക്കെങ്ങാനും ജലദോഷം വന്നാൽ എന്തായിരിക്കും സ്ഥിതി എന്ന് ആലോചിച്ച് ഞാൻ ചിരിച്ചു പോയതാണ്. ദേവിക്ക് സന്തോഷമായി. ദേവി അപ്പൊ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കയ്യിൽ തേനും മറ്റേ കയ്യിൽ തൈരും എടുത്തിട്ട് പറഞ്ഞു, ഇതിലേതെങ്കിലും ഒന്ന് കഴിച്ചോളാം. ഒന്ന് സരസമായിട്ട് സംസാരിക്കാൻ സാധിക്കും, മറ്റേത് വേണ്ടതുപോലെ വേണ്ട സമയത്ത് പറയാൻ പറ്റും. ഏതെങ്കിലും ഒന്ന് എടുക്കാനാണ് പറഞ്ഞത്. അപ്പൊ തെനാലി രാമൻ എണ്ണി നോക്കി, അത് വേണോ ഇത് വേണോ അത് വേണോ ഇത് വേണോ എന്ന് നോക്കി. ദേവിയുടെ ശ്രദ്ധ ഒന്ന് തെറ്റിയ സമയത്ത് തെനാലി രാമൻ 2 എടുത്തു. അപ്പൊ ദേവിക്ക് വീണ്ടും മുഷിഞ്ഞു. ദേവി ചോദിച്ചു, അതെന്താ ഈ 2 എടുത്ത് കഴിച്ചത്? ഒന്നല്ലേ കഴിക്കാൻ പറഞ്ഞുള്ളൂ. അല്ല, ടേസ്റ്റ് നോക്കാതെ എങ്ങനെയാ ഏത് വേണമെന്ന് പറയാ? അപ്പൊ ദേവിക്ക് വീണ്ടും സന്തോഷമായി. അങ്ങനെ തെനാലി രാമന്റെ വികട സരസ്വതി ആകട്ടെ നാവിൽ വിളയാടുന്നത് എന്ന് തെനാലി രാമനെ ദേവി അനുഗ്രഹിച്ചു. അങ്ങനെയാണ് തെനാലി രാമൻ വലിയ ബുദ്ധിമാനായി തീർന്നത്. അപ്പൊ തെനാലി രാമൻ കാളിയെ കണ്ട് ചിരിച്ചതുപോലെ നമ്മുടെ നാറാണത്ത് പ്രാന്തൻ കാളിയെ കണ്ട് ചിരിക്കാൻ തുടങ്ങി. കാളിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാളി പറഞ്ഞു, ഈ ചിരിയൊക്കെ കണ്ടു. കാളി പിന്നെയും പേടിപ്പിച്ചു. എത്രത്തോളം രൗദ്രയാകുന്നു അത്രത്തോളം ഇയാൾ ചിരിക്കാൻ തുടങ്ങി. അവസാനം നാറാണത്ത് പ്രാന്തന്റെ ധൈര്യത്തിന്റെ മുമ്പിൽ ദേവി കീഴടങ്ങി. ദേവി പറഞ്ഞു, ഞങ്ങൾ മനുഷ്യരെ കണ്ടാൽ 2 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യണം. ഒന്നുകിൽ ഞങ്ങൾ നിഗ്രഹിക്കും, അല്ലെങ്കിൽ ഞങ്ങൾ അനുഗ്രഹിക്കും. അങ്ങേ നിഗ്രഹിക്കാൻ എനിക്ക് തോന്നുന്നില്ല, പറ്റൂല. അതുകൊണ്ട് അതിനകത്ത് പക്ഷെ നിഗ്രഹിക്കാൻ തോന്നുന്നില്ല, അനുഗ്രഹിക്കാനാണ് തോന്നുന്നത്. അതുകൊണ്ട് അങ്ങേക്ക് അനുഗ്രഹം തരാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. എനിക്ക് നിന്റെ അനുഗ്രഹം ഒന്നും വേണ്ട, ഞാൻ കുറച്ച് കഴിഞ്ഞാൽ സ്ഥലം വിട്ടോളാം. ഇത് പറ്റില്ല, അനുഗ്രഹിക്കാതെ വിടാൻ പറ്റില്ല. എന്നാ ഞാൻ മരിക്കാന്ന് ചോദിച്ചു. ഒരു ഡേറ്റ് പറഞ്ഞു, ഒരു ദിവസം നീട്ടിത്തരാൻ പറഞ്ഞു. അപ്പൊ ദേവി പറഞ്ഞു, അതെനിക്ക് പറ്റില്ല, അതെന്റെ ഡ്യൂട്ടിയിലുള്ളതല്ല, എനിക്കത് ചെയ്യാൻ പറ്റില്ല. എന്നാ ഒരു ദിവസം കുറച്ച് തന്നു. അതും പറ്റൂല, കൂട്ടാനും പറ്റില്ല കുറയ്ക്കാനും പറ്റില്ല. പിന്നെ നിന്നെ കൊണ്ട് എന്താ പറ്റുക? അല്ല, വരം എന്തെങ്കിലും ചോദിച്ചേ പറ്റൂ. അപ്പൊ അങ്ങനെ വളരെ ആലോചിച്ചിട്ട് നാറാണത്ത് പ്രാന്തൻ പറഞ്ഞു, എന്റെ വലത്തെ കാലിലെ മന്ത് ഇടത്തെ കാലിലേക്ക് ആക്കിയാൽ മതി. അത്രയേ മാറ്റാൻ പറ്റുകയുള്ളൂ ഈശ്വര അനുഗ്രഹം കൊണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഈശ്വരൻ സ്വേച്ഛയാൽ എടുത്ത വേഷമാണ്. ഇപ്പം ഓടയിൽ നിന്ന് എന്നുള്ള സിനിമയിലെ സത്യന്റെ കഥാപാത്രം, അത് കുരയ്ക്കുന്ന ഒരു കുരയില്ലേ, അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ സത്യൻ ഡയറക്ടറോട് പറയാം, ഇത്രയൊന്നും കുറയ്ക്കാൻ എനിക്ക് പറ്റില്ല, കുറച്ച് തരാമോ എന്ന് ചോദിച്ചാൽ സമ്മതിക്കുമോ? സമ്മതിക്കുകയില്ല. കാരണം ഓടയിൽ നിന്നുള്ള കഥാപാത്രം പൊളിഞ്ഞു പോകും. അപ്പൊ അതുകൊണ്ട് ആ കുരയ്ക്കുന്നതിലാണ് നടന്റെ സന്തോഷം കിടക്കുന്നത്. കഥാപാത്രത്തിന്റെ ഭാഗത്ത് നിന്ന് നടന്റെ ഭാഗത്തേക്ക് സ്വിച്ച് ഓവർ ചെയ്താൽ അതാണ് ആധ്യാത്മികത. അതാണ് നമ്മൾ പഠിക്കാൻ പോണത്. അല്ലാണ്ട് ഈ ദൈവങ്ങളെ തൊഴുത്തത് കൊണ്ടൊന്നും ഒരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല. ഇപ്പോഴുള്ള ജീവിതത്തിൽ ഒരു വ്യത്യാസവും ഉണ്ടാകാൻ പോകുന്നില്ല. അങ്ങനെ ഉണ്ടാക്കി തരാമെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടാവും. അതൊക്കെ വെറുതെ പറയുന്നവരാണ്. വെള്ളപ്പൊക്കം വന്നപ്പോൾ ദൈവങ്ങളൊക്കെ എവിടെ പോയി? കൊറോണ വന്നപ്പോൾ ഈ ദൈവങ്ങളൊക്കെ എവിടെ പോയി? ഇവരുടെ തന്നെ പൂജ പലപ്പോഴും പലരുടെയും പൂജ വെള്ളപ്പൊക്കത്തിൽ മുടങ്ങിപ്പോയി. അപ്പൊ ഇവരുടെ വീട്ടിൽ പോലും വെള്ളം കയറുന്നത് തടയാനുള്ള ശക്തി ഇല്ലാത്തവരാ. പിന്നെ നമ്മുടെ വീട്ടിൽ വെള്ളം കയറുന്നതിന് അവരെന്ത് ചെയ്യാനാ? കൊറോണ വന്നപ്പോഴും ഇതേപോലെ തന്നെ അടച്ചു പൂട്ടി. അവർക്കും നോർത്ത് ഇന്ത്യയിലൊക്കെ ദൈവങ്ങൾക്ക് വിട്ടുകൊടുത്തു എന്നാ പറഞ്ഞത്. ഈ മുഖംമൂടി, അതിനെന്താ പേര് പെട്ടെന്ന് മാസ്ക് അതിട്ട് കൊടുത്തു എന്നാ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് അപ്പൊ നമ്മൾ ചോദിക്കും, ദൈവം എവിടെ പോയി? ദൈവം 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 എവിടെയും പോയിട്ടില്ല. ദൈവമാണിത് മുഴുവൻ. അപ്പം ഇത് മുഴുവനും ഈശ്വരനാണെങ്കിൽ പിന്നെ ഇവിടെ എന്ത് മാറ്റാ വരുത്തേണ്ടത്? അപ്പൊ ആ പരമാദ്വയവാദമാണ് ഏറ്റവും ഉയർന്നത്. ആ നടൻ ആണ് ആ ഒരു പരമമായ അവസ്ഥയാണ് ഏറ്റവും ഉയർന്നത്. ഈ കാണുന്നത് മുഴുവനും ഈശ്വരനാണ്. ആ ഈശ്വരന്റെ ആവിഷ്കാരമാണ് ഈ കാണുന്നതെല്ലാം.
അതുകൊണ്ട് നമ്മൾ സ്വർഗത്തിൽ നിന്ന് നിഷ്കാസിതരായവരല്ല. അതുകൊണ്ടാണ് ഭാരതീയ സംസ്കൃതിയെ റിലീജിയൻ എന്ന് വിളിക്കുന്നത് ശരിയാവില്ല എന്നാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം. ഭാരതീയ സംസ്കൃതികളെ മതം എന്നാണ് പറയുക. ശങ്കരമതം, രാമാനുജ മതം, കാശ്മീര മതം, മതങ്ങളാണ്, അഭിപ്രായങ്ങളാണ്. പ്രപഞ്ചം എങ്ങനെയുണ്ടായി, എങ്ങനെയാണ് നിലനിൽക്കുന്നത്, ഇതിൻ്റെ അവസാനം എങ്ങനെയായിരിക്കും, അതിനുശേഷം എന്ത്, നമ്മുടെ ജീവിതം നമ്മളെങ്ങനെയുണ്ടായി, നമ്മളെങ്ങനെയാണ് നിലനിൽക്കുന്നത്, നമ്മളുടെ മരണം എന്നായിരിക്കും, മരണത്തിന് ശേഷം എന്ത്, ഈ ചോദ്യങ്ങൾക്കുള്ള അഭിപ്രായങ്ങളാണ് മതങ്ങൾ. അപ്പോൾ ഈ മതങ്ങൾ സംസ്കൃത ഭാഷ ഉപയോഗിച്ചിട്ടാണ് അവരുടെ മതം സ്ഥാപിക്കുന്നത്. അപ്പോൾ വാക്കുകൾക്ക് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഒരർത്ഥം മാത്രമൊന്നുമല്ല ഒരു വാക്കിനുള്ളത്. ഒരു വാക്കിന് ഒരു ധാതു മാത്രമേ ചിലപ്പോൾ ഉണ്ടാവുകയുള്ളൂ. പക്ഷെ ആ ഒരു ധാതുവിന് പല അർത്ഥങ്ങളുണ്ടാവും. അപ്പോൾ ആ പല അർത്ഥങ്ങളിൽ തനിക്ക് വേണ്ട അർത്ഥം എടുത്തിട്ടാണ് ഇവർ സ്വമത സ്ഥാപനം നടത്തുന്നത്. ഉദാഹരണത്തിന് കർമ്മകൃത്ത് എന്നൊരു വാക്കുണ്ട്. സർവകർമ്മകൃത്ത്. കൃത്ത് എന്നുള്ളത് കൃഞ്ഞ് എന്നുള്ള ധാതുവിൽ നിന്നാണ് ഉണ്ടാകുന്നത്. കൃതി ഛേദനേ കൃഞ്ഞ് കരണേ, ഇതിൽ നിന്നാണ് കൃത്ത് എന്നുള്ള വാക്കുണ്ടാവുന്നത്. കൃഞ്ഞ് കരണേ, കൃഞ്ഞ് എന്ന് പറഞ്ഞാൽ ചെയ്യുക എന്നർത്ഥം. അപ്പൊ സർവകർമ്മകൃത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ കർമ്മങ്ങളും ചെയ്ത ആളെന്നർത്ഥം. കൃതി ഛേദനേ, ഛേദനെ മുറുക്കിയ ഇല്ലാണ്ടാക്കുക എന്നുള്ളത് അടുത്തെങ്കിൽ സർവകർമ്മകൃത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ കർമ്മങ്ങളെയും ഇല്ലാതാക്കിയ ആളെന്നാണ് ഒറ്റ വാക്കിൻ്റെ അർത്ഥം. അപ്പൊ അങ്ങനെ സംസ്കൃത ഭാഷയിൽ ധാതു അനുസരിച്ച് ധാതുക്കളും പല വിധത്തിലാണ്. നിരുക്തകാരനായ യാസ്കാചാര്യൻ പറയണത് ധാതുക്കൾക്ക് നാനാർത്ഥങ്ങളാണുള്ളത്. അതുകൊണ്ട് ഈ ധാതു ഉപയോഗിച്ചിട്ടാണ് ഇവർ വ്യാഖ്യാനിക്കുന്നത്. അപ്പൊ പര്യാപ്തം എന്നുള്ള വാക്കിന് അപര്യാപ്തം എന്നും അർത്ഥമുണ്ട്. അപ്പൊ ആ വാക്കിന്റെ ദ്വയാർത്ഥത്തെ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ദുര്യോധനൻ ദ്രോണരോട് പറയുകയാണ്, ഭീമാദികളാൽ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള സൈന്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം പര്യാപ്തമാണ്. അവർ മതി. ഭീമാദികളാൽ സംരക്ഷിച്ചിരിക്കുന്ന എണ്ണത്തിൽ കുറഞ്ഞ പാണ്ഡുപുത്രരുടെ സൈന്യം മതി നമ്മളെ തോൽപ്പിക്കാൻ. ഭീഷ്മാദികളാൽ സംരക്ഷിക്കപ്പെടുന്ന നമ്മുടെ സൈന്യം അവരോട് ഏറ്റുമുട്ടാൻ അപര്യാപ്തമാണ്. ആ വാക്കിന്റെ കളിയാണ്. അപ്പൊ ഇതൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ട് ഈ ദ്രോണരെ കുത്തുകയാണ്. ദ്രോണരെ അല്ല വാസ്തവത്തിൽ ഇങ്ങനെ കുത്തുന്നത്. ദ്രോണരോട് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് ഭീഷ്മരോട്. തൊട്ടപ്പുറത്താണ് ഭീഷ്മർ നിൽക്കുന്നത്. ഈ ഭീഷ്മരും ദ്രോണരും ഏകദേശം ഒരേ സ്ഥലത്താണ് നിൽക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുക എൻ്റെ രഥത്തെ രണ്ട് സൈന്യങ്ങളുടെയും നടുവിലായി കൊണ്ടുപോയി നിർത്തൂ അല്ലയോ അച്യുത എന്ന് അർജുനൻ പറയുമ്പം കേശവൻ രഥത്തെ ഭീഷ്മ ദ്രോണരുടെ മുമ്പിലേക്കായി കൊണ്ടുപോയി നിർത്തുന്നത്. അതിൻ്റെ തൊട്ട് മുമ്പിലാണ് ദുര്യോധനൻ നിൽക്കുന്നത്. അപ്പൊ ദുര്യോധനൻ ദ്രോണരോട് എന്ന് പറഞ്ഞിട്ട് ഭീഷ്മരെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് ഭീഷ്മർക്ക് മനസ്സിലായി. അപ്പൊ ഭീഷ്മര് തസ്യ സഞ്ജനയൻ ഹർഷം കുരുവൃദ്ധ പിതാമഹ സിംഹനാദം നിനാദോച്ഛൈ ശംഖം ധത്മൗ പ്രതാപവാൻ. തസ്യ സഞ്ജനയൻ ഹർഷം. ആർക്ക് ഹർഷം ഉണ്ടാവാൻ? ദുര്യോധനന് സന്തോഷം ഉണ്ടാകാൻ. ദുര്യോധനന് സന്തോഷം ഇല്ലെന്ന് എങ്ങനെയാ മനസ്സിലായത്? ദുര്യോധനൻ ദ്രോണരോട് പറഞ്ഞത് ഇങ്ങനെ ഓവർ ഹിയർ ചെയ്തത് അത് എനിക്കുള്ള കൊട്ടാണെന്ന് മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് ദുര്യോധനന് സന്തോഷമുണ്ടാകാൻ വേണ്ടി കുരുവൃദ്ധനായിട്ടുള്ള പിതാമഹൻ, ഭീഷ്മ പിതാമഹൻ തൻ്റെ ശംഖ് ഊതി യുദ്ധം ആരംഭിക്കാനുള്ള സിഗ്നലാണ് കൊടുത്തത്. ശംഖ് അവിടെ ഊതിക്കഴിഞ്ഞപ്പോഴത്തേക്കും സകലരും കൂടി അവരവരുടേതായിട്ടുള്ള ശംഖുകള്, പിന്നെന്താ ഭീര്യശ്ച പണവാനക ഗോമുഖാഹ, ഇതെല്ലാം പലതരത്തിലുള്ള വാദ്യങ്ങൾ മുഴക്കാൻ തുടങ്ങി. യുദ്ധം യാഗസദൃശമാണ്. ഭാരതത്തിൽ യുദ്ധം എന്ന് പറയുന്നത് യാഗമാണ്. അതുകൊണ്ടാണ് യുദ്ധഭൂമിയിൽ മരിച്ചാൽ വീര്യസ്വർഗം കിട്ടും എന്ന് പറയണം. യുദ്ധം യാഗമാണ്. അപ്പം ഉത്സവത്തിന് എപ്പോഴും വാദ്യഘോഷങ്ങളുടെ അകമ്പടി ഉണ്ടാകും. അതുകൊണ്ടാണ് ഈ ശംഖ് ഊതുന്നത്. ശംഖ് മംഗളധ്വനിയാണ്, അമംഗളധ്വനിയല്ല. അപ്പൊ ശംഖ് ഊതുന്നതും ഈ വാദ്യങ്ങളൊക്കെ കൊട്ടുന്നതും. അങ്ങനെ വാദ്യങ്ങളൊക്കെ കൊട്ടി പാണ്ഡു പുത്രന്മാര് അവരവരുടേതായിട്ടുള്ള ശംഖുകൾ ഊതി, ഭഗവാൻ തൻ്റെ ശംഖൂതി, അർജുനൻ തൻ്റെ ശംഖൂതി, എല്ലാവരും ശംഖൂതി. ആകെ കലബിലയായിരിക്കുന്ന സമയം. അപ്പം പ്രവൃത്തേ ശസ്ത്ര സമ്പാദേ. പ്രവൃത്തി എന്നുള്ള വാക്കിന് പ്രവർത്തിച്ചത്, അതായത് പ്രയോഗിക്കപ്പെട്ടിട്ടുള്ള
ശസ്ത്രസമ്പാദം, യുദ്ധം തുടങ്ങി എന്നൊരർത്ഥമുണ്ട്. പക്ഷെ ആ അർത്ഥമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ പ്രവൃത്തി എന്നുള്ളതിന് ഒരുമ്പെട്ടപ്പോൾ എന്നാണ് അർത്ഥം. യുദ്ധം തുടങ്ങിയിട്ടില്ല. കാൽക്കുലസിലൊക്കെ പറയുന്ന പോലെ ടെൻഡിങ് ടുവേർഡ്സ് സീറോ ആയിട്ടില്ല, സീറോ ആവാൻ പോവാ. അതേപോലെ യുദ്ധം തുടങ്ങാൻ പോവാ. പ്രവൃത്തി എന്നുള്ള വാക്കിന് തുടങ്ങി എന്നൊരർത്ഥമുണ്ട്. പ്രവൃത്തി ശസ്ത്രസമ്പാദേ ധനുരുദ്യമ പാണ്ഡവ. ആ സിമ്പൽ വളരെ പ്രധാനപ്പെട്ടതാ. യുദ്ധം ചെയ്യുവാൻ ഒരുമ്പെട്ടിരിക്കുന്ന സമയത്ത് ധനുസ്സുയർത്തിപ്പിടിച്ചുകൊണ്ട്, ധനുരുദ്യമ പാണ്ഡവ. ധനുസ്സുയർത്തിപ്പിടിക്കുന്നത് എപ്പോഴാ? ആത്മവിശ്വാസം ഉള്ളപ്പോൾ മാത്രമേ ആയുധം ഉയർത്തിപ്പിടിക്കുകയുള്ളൂ. ആ സിമ്പൽ വളരെ പ്രധാനപ്പെട്ടതാ. ആദ്യത്തെ അധ്യായത്തിൽ മുഴുവൻ സിമ്പൽസ് ആണ്. ധനുരുദ്യമ പാണ്ഡവ. ആ കല പില നടക്കുന്ന സമയത്ത് ശംഖക്കൂത് എന്ന് പറഞ്ഞാൽ ചെറിയ ശബ്ദമൊന്നുമല്ല, ഇടിവെട്ടുന്ന പോലെയാണ് ഈ ശബ്ദങ്ങൾ. കാക്കഫോണിയാണ്, ഹാർമണി അല്ല. ഇതൊന്നും ശ്രുതിബദ്ധ അല്ല. അവരവരുടെ ഊതുന്നു, നമ്മുടെ ഊതുന്നു. നമ്മളെക്കാൾ മുകളിലാവാൻ അവരൂതുന്നു, അവരെക്കാൾ മുകളിലാവാൻ. അങ്ങനെ കല പില നടന്നുകൊണ്ടിരിക്കുമ്പോൾ യുദ്ധം ഒരുമ്പെട്ടിട്ടേ ഉള്ളൂ, യുദ്ധം തുടങ്ങിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഗീത മുഴുവൻ പറഞ്ഞതിന് ശേഷം പാണ്ഡവർ 5 പേരും നഗ്നപാതരായിട്ട് കൗരവ സൈന്യത്തിലേക്ക് നടന്നെടുക്കുന്നുണ്ട്. അപ്പൊ ദുര്യോധനൻ പറയുന്നുണ്ട്, യുദ്ധം നടന്നതിന് മുമ്പേ തോറ്റു എന്നാ തോന്നുന്നത്. തോറ്റു എന്ന് പറയാൻ വരികയാണെന്ന് അല്ല, അവരാചാര്യന്മാരെ നമസ്കരിക്കാൻ വന്നതാണ്. ഈ 2 അമ്പ് വിട്ടിട്ടും ഒക്കെ നമസ്കരിക്കുന്നത് ഈ വിരാട രാജധാനിയിലെ പശുക്കളെ കൊണ്ടുപോകുന്ന സമയത്താണ്. ബൃഹന്നളയായിട്ട് വേഷം പകർന്ന് യുദ്ധക്കളത്തിൽ വരുമ്പം വെളിപ്പെടുത്താൻ പറ്റില്ലല്ലോ. ആ സമയത്താണ് ഈ ചെവി പിടിക്കുന്നതിന്റെ സൂചകമായിട്ട് ദ്രോണരുടെയും ഭീഷ്മരുടെയും ഒക്കെ കാതിന്റെ സൈഡിലൂടെ 2 അമ്പ് വിടുന്നതും അവരുടെ പാദപത്മങ്ങളിലേക്ക് ഒരു അമ്പ് വിടുന്നതും ഒക്കെ വിരാട രാജധാനിയെ, പർവ്വത്തില് രാജ്യത്തിലെ പശുക്കളെ അപഹരിച്ചു കൊണ്ടുപോകുമ്പം ഉത്തര രാജകുമാരനുമായിട്ട് പോകുമ്പോഴാണ്. അതിവിടെയല്ല. ഇവിടെ ഇവർ നഗ്നപാതരായിട്ടാണ് യുദ്ധക്കളത്തിൽ ഇറങ്ങി നടക്കുന്നത്, ആചാര്യവന്ദനം ചെയ്യാൻ പോകുന്നത്. അപ്പം യുദ്ധം തുടങ്ങിയിട്ടില്ല. യുദ്ധം തുടങ്ങി അവർക്ക് അങ്ങനെ പോകാൻ പറ്റില്ല. അപ്പോൾ പ്രവൃത്തി എന്നുള്ള വാക്കിന് ഒരു പൊട്ടപ്പോൾ എന്ന് തന്നെയാണ് അർത്ഥം. അപ്പോൾ യുദ്ധം തുടങ്ങാനിരിക്കുന്ന സമയത്ത് ധനുരുദ്യമ പാണ്ഡവ, വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണിത്. ഇതിലേക്ക് വരാം. ഋഷികേശം തഥാവാക്യം ഇതമാഹ മഹീപതേ. അല്ലയോ മഹീപതേ, അല്ലയോ ധൃതരാഷ്ട്രരെ. സഞ്ജയരെ മഹീപതിയോട് പറയുന്നതാണ്, ധൃതരാഷ്ട്രരോട് പറയാണ്. അപ്പൊ ധൃതരാഷ്ട്രയുടെ പ്രസൻസ് അവിടെ നമുക്ക് ഫീൽ ചെയ്യും, പക്ഷെ സ്റ്റേജിലില്ല. പറയാണ്, യുദ്ധം തുടങ്ങാനിരിക്കുന്ന സമയത്ത്, യുദ്ധത്തിന് എല്ലാവരും ഒരുമ്പെട്ടിരിക്കുന്ന സമയത്ത് ധനുസ്സുയർത്തിപ്പിടിച്ചുകൊണ്ട് പാണ്ഡവൻ അർജുനൻ ഋഷികേശനോട്, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചയാള് എന്നാണ് ഋഷികേശൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചിട്ടുള്ള ഭഗവാനോട് വാക്യമിതമാഹ മഹീപതേ, ഇങ്ങനെ പറഞ്ഞു എന്നാ പറയുന്നത്. എന്താ പറഞ്ഞത്? അർജുന ഉവാച. അർജുനൻ പറയാണ്, സേനയോരുഭയോർ മധ്യേ രഥം സ്ഥാപയമേ അച്യുത. അതിൽ ഔദ്ധത്യമുണ്ട്. അല്ലയോ അച്യുത, എന്റെ രഥത്തെ 2 സൈന്യങ്ങളുടെയും നടുവിലായി കൊണ്ടുപോയി നിർത്തൂ. 2-3 കാര്യങ്ങൾ ഇവിടെ പറയാനുണ്ട്. കലപില അവിടെ. അതിലിത് കേൾക്കണമെങ്കിൽ എന്തുണ്ടായാലേ കേൾക്കാൻ പറ്റുള്ളൂ? കലപിലയായിട്ട് ശബ്ദ കോലാഹലമുള്ള സ്ഥലത്ത് 2 പേര് തമ്മിൽ സംസാരിക്കുന്നത് കേൾക്കണമെന്നുണ്ടെങ്കിൽ എന്ത് അനിവാര്യമാണ്? ശ്രദ്ധ. അതുകൊണ്ട് ഗീത കേൾക്കണമെന്നുണ്ടെങ്കിൽ, മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ വേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിഫിക്കേഷൻ ശ്രദ്ധയാണ്. ശ്രദ്ധയില്ലാത്തവർക്ക് ഗീത കേട്ടാൽ മനസ്സിലാവില്ല. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. അർജുനനോട് കൃഷ്ണൻ വീണ്ടും പറഞ്ഞു കൊടുക്കും. അപ്പം ഈ കാക്കഫോണിക്കകത്ത് കൃഷ്ണാർജുന സംവാദം കേൾക്കണമെന്നുണ്ടെങ്കിൽ ശ്രദ്ധ വേണം. കൃഷ്ണൻ അർജുനൻ പറയണമെന്ന് കേൾക്കണമെങ്കിലും ശ്രദ്ധ വേണം. അർജുനന് കൃഷ്ണൻ പറയുന്നത് കേൾക്കണമെങ്കിലും ശ്രദ്ധ വേണം. ശ്രദ്ധയിലേക്ക് കേൾക്കാൻ പറ്റില്ല. അപ്പം സഞ്ജയനും പക്ഷെ എന്താ പറയുന്ന റിലേ അല്ലേ, അപ്പൊ മൈക്രോഫോൺ വെച്ച് കാണണം അവിടെ. അപ്പൊ അദ്ദേഹത്തിന് അത് കേൾക്കാം. വ്യാസൻ കൊടുത്ത അനുഗ്രഹം കൊണ്ട് അദ്ദേഹത്തിന് കേൾക്കാം, ഇവർക്ക് കേൾക്കാൻ പറ്റില്ല. ഇപ്പൊ ശ്രദ്ധയില്ലെങ്കിൽ ഗീത കേട്ടിട്ട് കാര്യമൊന്നുമില്ല, മനസ്സിലാവില്ല എന്നേ ഉള്ളൂ. വേറെ കുഴപ്പമൊന്നുമില്ല, സമയം കുറെ വെറുതെ പോയി കിട്ടും. ഗീതാ ക്ലാസ്സുകളിൽ പോയിട്ടുള്ളവരിലൊന്നും ഒരു മാറ്റവും ഉണ്ടായിട്ടില്ലല്ലോ. പണ്ട് എന്താ പറയാ, ആ കയ്പുള്ള ചൊരക്ക കാക്കനാട് കൊടുത്തയച്ചില്ലേ ഗംഗയെ മുക്കി കൊണ്ടുവരാൻ.
എന്നിട്ട് അതിന്റെ രുചി മാറിയില്ല എന്ന് പറഞ്ഞില്ലേ, അതുപോലെയാണ് നമ്മളൊക്കെ ഗീതാ ക്ലാസ്സിൽ പോയി വന്നിട്ട് ഒരു വ്യത്യാസമില്ല, കുറെ സമയം പോയി എന്നല്ലാണ്ട് ഒരു വ്യത്യാസമില്ല. എന്താ കാരണം, അവിടെ പോയിരുന്നിട്ട് നാട്ടുകാരിയോ വീട്ടുകാരിയോ അല്ലേ ആലോചിക്കുന്നത്, ശ്രദ്ധയില്ല. അപ്പൊ ശ്രദ്ധ വേണം. ശ്രദ്ധയിൽ കേൾക്കാൻ പറ്റില്ല, കേട്ടിട്ട് കാര്യമൊന്നുമില്ല, കേൾക്കാനൊക്കെ പറ്റും, മനസ്സിലാവില്ല. അപ്പൊ അത് മാത്രമല്ല പറയാണ്, ഋഷികേശനായിട്ടുള്ള ഭഗവാനോട് അർജുനൻ പറയാണ്, സേനയോരുഭയോർ മധ്യേ രഥം സ്ഥാപയമേ അച്യുത, അല്ലയോ അച്യുത, എന്റെ രഥത്തെ, ആരുടെ രഥത്തെ? എന്റെ രഥത്തെ. കടം കൊടുത്ത രഥ ഇത്. 18 ദിവസത്തേക്ക് മാത്രമായിട്ട് ദ്വൈതവനത്തിൽ വെച്ച് പണ്ട് യുദ്ധം ഉണ്ടായില്ലേ, ഈ കൗരവരെ 100 പേരെയും ഗന്ധർവന്മാര് ഹാഹായും ഊഹുയും, ഊഹു ഒക്കെ ഗന്ധർവന്മാരുടെ പേരുകളാണ്. ലളിതാ തൃശ്ശതിയില് ദേവിക്കൊരു നാമമുണ്ട്, ഹാഹാ ഹൂഹുമാരാൽ സ്തുതിക്കപ്പെടുന്നവളാണ്. ഹാഹാ ഹൂഹു എന്ന് പറയുന്നത് ഗന്ധർവന്മാരാ. അപ്പം ഈ വിശ്വവസു എന്നുള്ള ഗന്ധർവനാണ് രാജാവ്. ഇന്ദ്രൻ പറഞ്ഞിട്ട് ഗന്ധർവന്മാര് ഈ 100 പേരെ പിടിച്ചു കിട്ടുക. അപ്പോഴാണ് ആ പ്രസിദ്ധമായിട്ടുള്ള കാര്യം അർജുനൻ യുധിഷ്ഠിരൻ പറയണത്, പുറത്തുള്ളവർ വന്നാൽ അവർ 100ഉം നമ്മൾ 5ഉം അല്ല, നമ്മൾ 105 പേരാണ്, നമ്മൾ തമ്മിൽ അവർ 100ഉം നമ്മൾ 5ഉമാണ്. അത് വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു വരിയാണത്. അങ്ങനെ അർജുനൻ പോകുന്നതും യുദ്ധം ചെയ്യുന്നതും ഗന്ധർവന്മാർ തോൽക്കുന്നതും, അങ്ങനെ തോക്കുമ്പോൾ ഗന്ധർവന്മാരുടെ ഓഫറാണ് ഈ രഥവും. രഥം അഗ്നിയുടെ ഓഫറാണ്. ഗാണ്ഡവ വനം ദഹിപ്പിച്ചപ്പം അഗ്നിയുടെ ഓഫറാണ് രഥം. 100 കുതിരകളെ ഇവര് കൊടുത്ത, ആര്? ഗന്ധർവന്മാര് കൊടുത്ത. ഈ രഥം എന്തിനു ഉപയോഗിക്കാനുള്ളതാ? യുദ്ധത്തിന് ഉപയോഗിക്കാൻ മാത്രമുള്ള ടെമ്പററി ഓണർഷിപ്പ് മാത്രമേ ഉള്ളൂ. എനിക്ക് ഈ മൈക്കിന്റെ ഓണർഷിപ്പ് ഉള്ളതുപോലെ 8:30-9 മണി വരെ ഇത് എന്റെ മൈക്കാ, ഞാൻ അങ്ങോട്ട് നീക്കും ഇങ്ങോട്ട് നീക്കും ഇപ്പുറത്തേക്ക് വെക്കും, എന്ത് വേണേലും ചെയ്യും. 9 മണി കഴിഞ്ഞ് ഞാൻ ഇത് അങ്ങോട്ട്, ഇത്രയും നേരം എന്റെ ആയിരുന്നില്ലേ, എന്നാ പിന്നെ ഞാൻ പോകുമ്പോൾ ഊരിക്കൊണ്ടുപോകാന്ന് വിചാരിച്ചാൽ ഈ മൈക്കിന്റെ ആൾ എന്നോട് പറയും, മറന്നുപോയതായിരിക്കും, മാന്യരായതുകൊണ്ട് അവഹേളിക്കില്ല, അതേ ഇവിടെ വെച്ചിട്ട് പോകണം, ഇത് നിങ്ങളുടെ അല്ല. ഇതൊക്കെ ടെമ്പററി ഓണർഷിപ്പ് മാത്രമേ ഉള്ളൂ, 18 ദിവസത്തേക്കേ ഉള്ളൂ ഓണർഷിപ്പ്. അത് നമുക്കെപ്പോഴാണ് മനസ്സിലാവുന്നത്? യുദ്ധമെല്ലാം കഴിയുമ്പം ഈ ഹനുമാൻ സ്വാമി ഈ രഥത്തിന്റെ മുകളിലുണ്ട്. ഈ ഹനുമാൻ സ്വാമി വെറുതെ ഇരിക്കുകയാണ് നമ്മുടെ ഒരു ധാരണ, വെറുതെ ആ കൊടിയുടെ മുകളിൽ മൂപ്പര് കയറിയിരിക്കുക. അങ്ങനെയല്ല, മൂപ്പരാണ് ഈ രഥത്തെ മുഴുവൻ കൂട്ടിച്ചേർത്ത് നിർത്തുന്നത്. യുദ്ധം എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പം ഭഗവാൻ അർജുനനോട് പറയാണ്, അർജുന ഇറങ്ങിക്കോ, നമുക്ക് അങ്ങോട്ട് മാറാന്ന് പറഞ്ഞു. അങ്ങനെ ഭഗവാൻ ഇറങ്ങി, അർജുനൻ ഇറങ്ങി. കുറച്ചു ദൂരം അങ്ങോട്ട് മാറിയപ്പം ഹനുമാൻ കൊടിയടയാളത്തിൽ നിന്ന് വിട്ടുപോയി. അപ്പൊ ഡൽഹിയിലൊക്കെ ഉണ്ടാവുന്നത് പോലത്തെ ഒരു ബ്ലാസ്റ്റാ കേട്ടത്. അതൊക്കെയാണ് ആദ്യത്തെ ബ്ലാസ്റ്റുകൾ. ആ ബും എന്ന് പറഞ്ഞിട്ട് അത് തവിട് പൊടിയായി. എന്റെ രഥം കടം കിട്ടിയ സാധന, എന്റെ ശരീരം ദാനം കിട്ടിയതാ, കുറച്ച് കാലത്തേക്ക് ഉപയോഗിക്കാൻ ലീസിന് തന്ന സമയാവുമ്പം ഓണർ തിരിച്ചു ചോദിക്കും, അപ്പൊ കൊടുക്കണം. എന്റേത്, ഈ ലോകത്ത് എന്റേതായിട്ട് ഒന്നുമില്ല. അത് സത്യമാണ്. നമ്മളുടേതെന്ന് പറയുന്ന സ്വത്തുക്കളില്ലേ, അതിന്റെ പ്രൈമറി ഓണർ സർക്കാരാ, നമ്മൾ സെക്രട്ടറി ഓണേഴ്സ് മാത്രമാണ്. ഇത് എന്റെയാണെന്ന് നമ്മൾ ധരിക്കുന്നതാണ്, സർക്കാരിന്റെ ഈ സ്ഥലം. എന്റെയാണ് ഈ ശരീരം എന്ന് ഞാൻ ധരിക്കുന്നതാ. തത്കാലത്തേക്കൊരു എത്ര കൊല്ലത്തേക്കെന്ന് എനിക്കറിയില്ല, ലീസ് എത്രയാണെന്ന് ഞാൻ കണ്ടിട്ടില്ല, ലീസിന് കിട്ടിയതാ. അത് കഴിഞ്ഞാൽ ഇതിന് ഓണർ വന്ന് കൊണ്ടുപോകുന്നത് ഈ. അപ്പൊ പക്ഷെ നമ്മുടെ ധാരണ എന്താ? ഇതൊക്കെ എന്റെ. ഇപ്പം മാമകാ പാണ്ഡവാശ്ചൈവ, ആദ്യത്തെ ശ്ലോകം അതിന്റെ അനുരണനാണത്. രഥം സ്ഥാപയമേ അച്യുത, എന്റെ രഥത്തെ അല്ലയോ അച്യുത. ഭഗവാനോട് പറയണത്, എന്റെ രഥത്തെ അല്ലയോ അച്യുത 2 സൈന്യങ്ങളുടെയും ഇടയിലായി കൊണ്ടുപോയി നിർത്തൂ. എന്തിനാ? യാവദേതാ നിരീക്ഷേഹം യോദ്ധുകാമാൻ അവസ്ഥിതാൻ കൈർമയാ സഹ യോദ്ധവ്യം അസ്മിൻ രണ സമുദ്യമേ യോത്സ്യമാനാൻ അവേക്ഷേഹം യേവേത്ര സമാഗതാഃ ധാർത്തരാഷ്ട്രസ്യ ദുർബുദ്ധേർ യുദ്ധേ പ്രിയ ചികീർഷവ. അതായത് എന്തിനാ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഭഗവാനോട് പറയണം, ഭഗവാനോട് ആജ്ഞാപിക്കുകയാണ്. ആര് ചെയ്യുന്നത് പോലെ ഈ ആജ്ഞാപനം. വാടകയ്ക്ക് കിട്ടിയ രഥം എന്റേതാണെന്ന് വിചാരിച്ച് അമ്പലത്തിൽ പോയിട്ട്, ഭഗവാനെ എനിക്ക് അത് സാധിച്ചു തരണേ, വന്നാൽ ഒരു 1/2 കിലോ പാൽപ്പായസം തരാം, 1/2 ലിറ്റർ പാൽപ്പായസം. ഭഗവാനെ എനിക്ക് ഇന്നത് സാധിച്ചു തരണേ, 2 വിളക്കുമാലയും തരാം. നമ്മുടെ വിചാരം നമ്മുടെ ഈ നേർച്ച കിട്ടിയിട്ട് മൂപ്പര് സാധിച്ചു തരുന്നതാണ്.
ചിലർക്ക് സാധിക്കും, ചിലർക്ക് സാധിക്കില്ല. ഈ സാധിക്കുന്നതും സാധിക്കാത്തതും സ്ക്രിപ്റ്റിലുള്ളത് പോലെ കേട്ടോ. നിങ്ങളുടെ സ്ക്രിപ്റ്റിൽ അത് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് സാധിക്കും. സ്ക്രിപ്റ്റിൽ അത് ഇല്ല എന്നുണ്ടെങ്കിൽ പോയി വഴിപാട് കഴിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. സ്ക്രിപ്റ്റ് ഒട്ടും നമുക്ക് നോക്കാനും പറ്റില്ല. അതുകൊണ്ട് എന്താ കാര്യം വെച്ചാൽ നമ്മൾ വഴിപാടൊക്കെ കഴിക്കണം. സാധിച്ചാൽ സാധിച്ചു, ഇല്ലേ